അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അനുമോൾക്ക് എയർപോർട്ടിൽ വമ്പൻ സ്വീകരണം. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രിവാൻഡ്രം എയർപോർട്ടിൽ അനുമോൾ എത്തി. ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ, മണിക്കൂറായിട്ടില്ല, ഒരു അരമണിക്കൂറായതേ ഉള്ളൂ. അനുമോൾക്ക് അവിടെ നല്ല സ്വീകരണമാണ് കിട്ടിയത്. അനുമോളുടെ കാറിൽ അനുമോൾ ഒരുപാട് പേര്, ഒരുപാട് അമ്മമാര്, സഹോദരിമാര് എല്ലാവരും അനുമോളെ കാണാൻ വന്നായിരുന്നു. ഒരുപാട് പേര്, ഒരു വമ്പൻ സ്വീകരണമാണ് അനുമോൾ കിട്ടിയത്. ഒരുപാട് നല്ല ആളുകളുണ്ടായിരുന്നു. നമ്മളൊക്കെ അതിൻ്റെ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്വീകരണം, നല്ല സ്വീകരണം. ഒരുപാട് പേര് അനുമോളെ കാണാനൊക്കെ വന്നു എയർപോർട്ടിൽ. അനുമോളെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വന്നവരെല്ലാം, അനുമോളെ കാണാൻ വന്നവരെല്ലാം PR-കളാണ്. അനുമോൾക്ക് ഗിഫ്റ്റ് കൊടുത്തവരുണ്ട്. അനുമോൾക്ക് ഒരുപാട് ഉമ്മകളും ഒരുപാട് ചേച്ചിമാരും ഒക്കെ കൊച്ചു പിള്ളേരൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ PR-കാരാണ്. ഇത്ര ബുദ്ധിയില്ലാത്തവരാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ. ഭയങ്കര ഇതാണ്, അനുമോൾ ഭയങ്കര PR-ആണ്, ഭയങ്കര ഇതാണ്. എന്നിട്ട് ഈ PR-ആണ് അവിടെ വന്നത്. ഈ PR-കാരാണ് എല്ലാവരും. വോട്ട് ചെയ്ത് ജനങ്ങളാണ് അവരെ ജയിപ്പിച്ചത്. PR വർക്ക് കൊണ്ട് മാത്രം അനുമോൾ ജയിക്കുന്നില്ല, നന്നായി പണിയെടുത്തിട്ടാണ് ജയിച്ചത്. ഇപ്പം ഈ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു വിധത്തിലാണ് അവിടെയുള്ള സെക്യൂരിറ്റീസൊക്കെ അനുമോളെ കാറെ കയറ്റി വിട്ടു. അനുമോളെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അനുമോളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അടുത്തേക്ക് പോരാൻ പറ്റത്തില്ല. അതുപോലെ ആളുകളായിരുന്നു. ഇതെല്ലാം PR-മാരാണോ? ഒരുപാട് അമ്മമാർ, ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ തിരക്കിലാണ്. ഇതെല്ലാം PR-മാരാണോ? എന്നാൽ ഇത്രയും മണിക്കൂറുകൾ കാത്തവർ എയർപോർട്ടിൽ അനുമോളെ വരുന്നതും കാത്തിരിക്കൂ. ഇത്ര ബുദ്ധിയില്ലാത്തവരാണ് ഈ മലയാളികൾ എന്ന് പറയുന്നത്. എനിക്കതാ തോന്നുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അക്ബർക്കൊക്കെ PR ഉണ്ട്, എന്നിട്ട് ആ PR-ന്റെ ഒന്നും പേരൊന്നും വരാത്ത എന്തുകൊണ്ട്? അക്ബർ പറഞ്ഞിട്ട് അക്ബർ PR ഉണ്ടെന്ന്, ആര്യം പറഞ്ഞിട്ടുണ്ട് ആര്യന് PR ഉണ്ടെന്ന്. ഇതൊക്കെ ലാലേട്ടനോട് സമ്മതിച്ചാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അനുമോൾ നന്നായി കളിച്ചുകൊണ്ടാണ് കപ്പടിച്ചത്. അതുകൊണ്ടാണ് വമ്പൻ സ്വീകരണം. ഇപ്പോൾ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. വീട്ടിൽ അതിലും നല്ല സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പം ഗെയിം കഴിഞ്ഞു. ഇനി ആ കുട്ടിയുടെ വഴിക്കങ്ങ് വിടുക. അല്ലാതെ അത് ഇനി പഴയ കാര്യങ്ങൾ പൊക്കി പിടിച്ചോണ്ട് കുറേ എണ്ണമുണ്ട് ഇങ്ങനെ PR എന്നും പറഞ്ഞ് നടക്കുന്നത്. അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം അനുമോളോട് പല ആളുകളും, യൂട്യൂബുകാരടക്കമുള്ളവർ PR-നെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഗെയിം കഴിഞ്ഞു, ഗെയിം ഈസ് ഓവർ. ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ടോ എന്ത് കാര്യം? ഗെയിം നന്നായി കളിച്ചുകൊണ്ട് ജയിച്ചു. PR-ഉള്ള അക്ബറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കെല്ലാം ഇതുണ്ടായിരുന്നു, PR ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ ആര്യനൊക്കെ നന്നായി ഗെയിം കളിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് അനുമോൾ മാത്രം വന്നു? ഇങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ. താങ്ക് യു, ബൈ ബൈ.